Hello, dear friends. Welcome to lesson 3.10 in Indian financial system. In this lesson, we move on to the next type of fund-based financial service. This is venture capital financing. So, venture capital financing, അല്ലെങ്കിൽ in short, we say it as VC financing. എന്താണ് വെഞ്ചർ ക്യാപിറ്റൽ അഡ്വഞ്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പുതുമയുള്ള കാര്യത്തിലേക്ക് നമ്മൾ ഇതുവരെ ആരും പരീക്ഷിക്കാത്ത ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഒരു അഡ്വഞ്ചർ ട്രിപ്പ് പോകുന്നു. ഇറ്റ് ഈസ് എക്സൈറ്റിംഗ് അല്ലെ, റിസ്കുകളുള്ളതും സർട്ടൻ എലിമെന്റ് ഓഫ് റിസ്ക് ഉള്ള ഒരു പ്രവൃത്തി, ഇതിനൊക്കെയാണ് നമ്മൾ അഡ്വഞ്ചർ എന്ന് പറയുന്നത്. അഡ്വഞ്ചറിൽ നിന്നായിരിക്കാം ഒരുപക്ഷെ വെഞ്ചർ വന്നിരിക്കുന്നത്, വെഞ്ചറിൽ നിന്നായിരിക്കാം ഒരുപക്ഷെ അഡ്വഞ്ചർ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഫിനാൻഷ്യൽ ആയ കാര്യങ്ങളിലേക്ക് കടക്കുന്ന വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്, വെഞ്ചർ ക്യാപിറ്റൽ മീൻസ് ഫിനാൻസിങ് ഓഫ് ന്യൂ ഐഡിയാസ് ആൻഡ് ടെക്നോളജീസ്. പുതിയ ഐഡിയ, പുതിയ ആശയങ്ങൾ, പുതിയ ടെക്നോളജി, പുതിയ സാങ്കേതിക മികവ്, ഇത്തരം കാര്യങ്ങൾ ഉപയോഗിച്ച് പുതിയ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് സാധാരണഗതിയിലുള്ള ഫണ്ടിങ് ലഭിക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലെ. നമ്മൾ ചിന്തിക്കുക, നിങ്ങൾ ബാങ്കിലൊക്കെ ചെന്നിട്ട്, ഇപ്പൊ സ്റ്റേറ്റ് ബാങ്കിലോ കാനറ ബാങ്കിലൊക്കെ ചെന്നിട്ട് സാധാരണഗതിയിൽ നിങ്ങൾ പുതിയൊരു ആശയമായിട്ട് അവർ അവിടെ ചെന്ന് ഫണ്ട് ചോദിച്ചാൽ അവർ ചോദിക്കും, ഇതിനു മുൻപേ ഇത്തരം ബിസിനസ് നടത്തിയ പരിചയമുണ്ടോ? നമ്മൾ പറയും യാതൊരു പരിചയമില്ല. ഇതിനു മുൻപേ ഇത്തരം മറ്റു ബിസിനസ്സുകൾ നടത്തിയിട്ടുണ്ടോ? അപ്പൊ അതിനൊരു നടത്തിയതിന്റെ ചരിത്രമല്ലേ. അടുത്ത 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്ര പണം തിരിച്ച് ലഭിക്കും? നിങ്ങൾ പറയും, ഇത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, എത്ര പണം ലഭിക്കും നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ഇപ്പൊ സാധാരണഗതിയിൽ ഒരു കൺവെൻഷണൽ ബാങ്കർ ആണെങ്കിൽ അയാള് ഇതിന് ഫണ്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അവരെ ശീലിച്ചിരിക്കുന്നതും അവർക്ക് കേൾവിയുള്ളതും അവർക്ക് മുകളിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ ഉള്ളതും ഒരു പ്രത്യേക പാറ്റേണിൽ വർക്ക് ചെയ്യാനാണ്. പൂർവ്വകാല ചരിത്രമുള്ള പ്രസിഡന്റ് ഉള്ള ബിസിനസ്സുകൾ, എസ്റ്റാബ്ലിഷ്ഡ് ബിസിനസ് ഫീൽഡുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ അവർക്ക് താല്പര്യമുള്ളൂ. അപ്പൊ നിങ്ങളൊരു പുതിയ ആശയം, പുതിയൊരു പരിപാടിയൊക്കെ ആയിട്ട് ചെന്ന് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് അതിന് റിലക്റ്റൻസ് ഉണ്ടാവും. അപ്പൊ എന്ന് വെച്ചിട്ട് നമുക്ക് പുതിയ ആശയങ്ങളുടെ ബിസിനസ്സുകൾ തുടങ്ങാതിരിക്കാൻ സാധിക്കുമോ? ഇല്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് പുത്തൻ ആശയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ്സുകൾക്ക് ഫണ്ടിങ് നൽകാനുള്ള ഒരു ഫിനാൻസിങ് പദ്ധതിക്കാണ് നമ്മൾ വെഞ്ചർ ക്യാപിറ്റൽ ഫിനാൻസിങ്, VC ഫിനാൻസിങ് എന്നൊക്കെ പറയുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇത്തരം ഫിനാൻസിങ്ങിന് സ്കോപ്പ് ഉണ്ടായത് 86-87 ബഡ്ജറ്റിൽ വെഞ്ചർ ക്യാപിറ്റൽ ഫിനാൻസിങ്ങിന് വേണ്ടി പ്രത്യേകം ഫണ്ട്സ് ഇയർമാർക്ക് ചെയ്ത് വെച്ചതോടെയാണ് ഇന്ത്യയിൽ വെഞ്ചർ ക്യാപിറ്റൽ ഫിനാൻസിങ് രംഗത്തെത്തുന്നത്. അപ്പൊ VC ഫിനാൻസിങ്ങിന് ചില എലിജിബിലിറ്റി ഒക്കെ കാലങ്ങളായിട്ട് വെഞ്ചർ ക്യാപിറ്റൽ ഫിനാൻസിങ് ഇവോൾവ് ചെയ്ത് വന്നപ്പോൾ VC ഫണ്ടിങ്ങിന് ചില എലിജിബിലിറ്റി ക്രൈറ്റീരിയ, ചില യോഗ്യതകളൊക്കെ ഉണ്ടായിരിക്കണമെന്ന് കാലാന്തരത്തിൽ ചില തീരുമാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് എലിജിബിലിറ്റി നോബ്സ്? പ്രോജക്ട് ഇസ് റിലേറ്റഡ് ടു ന്യൂ ഐഡിയ, ഇന്നോവേഷൻ, ടെക്നോളജി ഓർ സ്കിൽ. പുതുമയുള്ള ഐഡിയാസ്, പുതുമയുള്ള ആശയങ്ങൾ, പുതിയ ടെക്നോളജി, പുതിയൊരു സ്കില്ല്, ഇതൊക്കെയാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ എന്തുമാത്രം പുതിയ ടെക്നോളജീസും ബിസിനസ്സുകളും വന്നിരിക്കുന്നു അല്ലെ. നമ്മുടെ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രി തുടങ്ങുന്നത് തന്നെ ഒരു പുതിയ ഐഡിയ ആയിട്ടാണ്. വർക്ക് ഓഫ് ഷോറിൽ നിന്ന് ചെയ്യാൻ സാധിക്കും. അമേരിക്കയിലുള്ള ഒരു പ്രോജക്റ്റ് ഇന്ത്യയിൽ നിന്ന് കുറഞ്ഞ കോസ്റ്റിൽ നമുക്ക് ഡെലിവറി ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് ടെക്നോളജിയുടെ ഒരു പിടുക്കാണ്. അല്ലെങ്കിൽ പുതിയ ഐഡിയ, ഇപ്പൊ ടെസ്ല എന്ന് പറയുന്നത് ഇലക്ട്രിക് കാറുകളാണ് അല്ലെ. അപ്പൊ അതൊരു പുതിയ ഐഡിയ ആണ്. അതല്ലെങ്കിൽ പുതിയ ബൈജൂസ് എന്ന് പറയുന്നത്, ആര് ചിന്തിച്ചു നിങ്ങൾക്ക് എക്സാം പ്രിപ്പറേഷൻ ഒക്കെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് നേരിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾക്ക് പൈത്തഗോറസ് തിയറവും സ്ക്വയറും മീനും ഡീവിയേഷനും എല്ലാം നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. IAS മുതൽ 12ാം ക്ലാസ് 10ാം ക്ലാസ് വരെയുള്ള കോഴ്സുകൾ ബൈജൂസിൽ ഇന്ന് ഓൺലൈനായിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ചില ടെക്നോളജി, പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് വരുന്നതിന് ചില എക്സാമ്പിൾസ് ആണ്. അപ്പോൾ അതൊരു കാര്യം, ഐഡിയ പുതിയതായതുകൊണ്ട് മാത്രമായിരിക്കില്ല. ഐഡിയ യു ഷുഡ് ബി ഏബിൾ ടു കമേഴ്ഷ്യലി എക്സ്പ്ലോയിറ്റ് ഇറ്റ്. കമേഴ്ഷ്യലി ഇത് റോൾ ഔട്ട് ചെയ്ത് വാണിജ്യപരമായിട്ട് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സ്കോപ്പ് അതിനുണ്ടായിരിക്കും. ഐഡിയ ഫാന്റാസ്റ്റിക് ആണ്, പക്ഷേ അതിന് കമേഴ്ഷ്യൽ പോസിബിലിറ്റീസ് ഇല്ലെങ്കിൽ അതിന് വെഞ്ചർ ഫിനാൻസിങ് വരുന്നത്. ആരും ദാനത്തിനായിട്ട് നിങ്ങളുടെ ഐഡിയയിൽ കൊണ്ടൊന്നും പണമില്ല. പണമിടുന്നവന് അത് ഇതിനു മുൻപ് പരീക്ഷിക്കാത്ത ടെക്നോളജി ആണെങ്കിലും ഭാവിയിൽ നല്ല സ്കോപ്പ് ഉണ്ട്, കമേഴ്ഷ്യലി അത് സൂപ്പർ ആയിട്ടൊരു സക്സസ് ആയി തീരും എന്നൊരു പോസിബിലിറ്റി കാണണം. മൂന്നാമത്തേത്, ഔട്ട്കം ഓഫ് ദ പ്രോജക്ട് ഷുഡ് ഹാവ് ഗുഡ് ഡിമാൻഡ്. കമേഴ്ഷ്യൽ പോസിബിലിറ്റി ഒക്കെ ഉണ്ട്, പക്ഷേ അതിന് ഡിമാൻഡ് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള സംശയം. നിങ്ങൾക്ക് ഒരുപാട് പ്രൊഡക്ഷൻ ഒക്കെ ഉണ്ടാക്കി അത് മാർക്കറ്റിൽ എത്തിക്കാൻ സാധിക്കും. അതിനാണ് നമ്മൾ കമേഴ്ഷ്യലി പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. മാർക്കറ്റിൽ അതിന് ഡിമാൻഡ് ഉണ്ടായിരിക്കണം, ഡിമാൻഡുള്ള ഒരു സർവീസ് ആയിരിക്കണം അല്ലേ. കാരണം ഇപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ സോളാർ ടെക്നോളജി നിങ്ങൾക്ക് കമേഴ്ഷ്യലി എക്സ്പ്ലോയിറ്റ് ചെയ്യാം. പുതിയൊരു ടെക്നോളജിയാണ്, പുതിയ ഐഡിയ ആണ്. നിങ്ങൾക്ക് സൺ പവർ ഉപയോഗിച്ച് നിങ്ങളുടെ വീട്ടിലെ പവറിന്റെ ആവശ്യങ്ങളെല്ലാം നിങ്ങൾക്ക് സോളാർ എനർജി ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കുന്നു. കൊള്ളാം. കമേഴ്ഷ്യൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാം. കമേഴ്ഷ്യലി നിങ്ങൾക്ക് സോളാർ പാനലൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. കറക്റ്റ്. അതിന് നല്ല ഡിമാൻഡ് ഉണ്ടായിരിക്കും എന്ന് വെച്ചാൽ നല്ല ഡിമാൻഡ് ഉണ്ടായിരിക്കും. കാരണം ഇപ്പോഴത്തെ പവർ ടാരിഫുകളൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പുതിയ ചില വീടുകളിലൊക്കെ സോളാർ വെച്ചിട്ട് അവർ KSEBക്ക് അങ്ങോട്ടാണ് പൈസ കൊടുക്കുന്നത്. KSEB ആ തരം വീട്ടുകാർക്ക് പൈസ അങ്ങോട്ട് കൊടുക്കുന്നു. നമ്മൾ കറണ്ട് ബില്ല് അടയ്ക്കുന്നതിന് പകരം KSEB നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പവർ വാങ്ങി ഇങ്ങോട്ട് തരുന്നു, പണം തരുന്നു.
സോ നല്ല ഡിമാൻഡ് ഉണ്ടായിരിക്കും ഫ്യൂച്ചറൊക്കെ. ഇഫ് ഐ പ്ലാൻ ടു സെറ്റപ്പ് എ ഹൗസ്, another house again, I will definitely ensure that it has solar panels. അപ്പോൾ ഇതിന് നല്ല ഡിമാൻഡ് ഉണ്ട്. പിന്നെ അടുത്ത ക്രൈറ്റീരിയ, അടുത്ത എലിജിബിലിറ്റി ക്രൈറ്റീരിയ, പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് ഇൻ പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജ്. നിങ്ങൾക്ക് അത് പ്രൊഡക്ഷനോട് അടുത്ത ഒരു സ്റ്റേജിലായിരിക്കും നിങ്ങളുടെ ഐഡിയ. അതായത് കുറച്ച് ഗ്രൗണ്ട് വർക്ക് നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. നിങ്ങൾ കുറച്ചെങ്കിലും അതിന്മേൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. പണം വന്നതിന് ശേഷം മാത്രമേ എനിക്ക് ഐഡിയ വരൂ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. നിങ്ങളുടെ ഐഡിയ വന്ന് അതിന്മേൽ നിങ്ങൾ കുറച്ച് അതിൽ നിങ്ങളുടേതായ ഇൻപുട്സ് ഇട്ടിട്ടുണ്ടായിരിക്കണം. ഇതാണ് VC ഫിനാൻസിങ്ങിനുള്ള എലിജിബിലിറ്റി ആയിട്ട് പറയുന്നത്. ഇനി വെഞ്ചർ ക്യാപിറ്റലിന് ഏതെല്ലാം രീതിയിലാണ് VCകൾ ഫണ്ട്സ് കൊടുക്കുക, അതായത് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് എന്ന് പറയുന്ന കഷ്ടത്തിൽ പണമായി നടക്കുന്ന ആള് എന്തെല്ലാം രീതിയിലാണ് നിങ്ങൾക്ക് ഫണ്ടിങ് തരിക? 3-4 രീതികളുണ്ട്. അതിൽ ആദ്യത്തേതാണ് ഈക്വിറ്റി സപ്പോർട്ട്. നിങ്ങൾക്ക് പണം തരുന്ന ആള് നിങ്ങളുടെ സംരംഭത്തിൽ ഷെയറുകൾ വാങ്ങിക്കുന്നു. അയാൾ ഷെയർ തരുന്നു, അയാൾ പണം തരുന്നു, നിങ്ങൾ ഷെയർ കൊടുക്കുന്നു. സോറി. അപ്പോൾ ഈ പണം വാങ്ങി ഷെയർ അയാൾക്ക് കൊടുത്താൽ അയാൾ എന്ത് ചെയ്യും? അയാൾ നിങ്ങളുടെ ഫേം പ്രോഫിറ്റബിൾ ആകുമ്പോഴും വെയിറ്റ് ചെയ്യുന്നു. ഫേം പ്രോഫിറ്റബിൾ ആയി കഴിഞ്ഞാൽ, ഫേമിന് നല്ല ഗ്രോത്ത് ഉണ്ടായി കഴിഞ്ഞാൽ ഇയാളുടെ ഷെയർസിന്റെ വാല്യൂ കൂടും. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യുന്നു? ഈ ഷെയർസ് മാർക്കറ്റിൽ വിറ്റ് ഇയാൾ പരശത ലാഭം ഉണ്ടാക്കി കൊണ്ടുപോകുന്നു. അതല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഷെയർ വിൽക്കുന്നു, മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് തന്നെ ഷെയർ വിൽക്കുന്നു. അതല്ലെങ്കിൽ നിങ്ങളായിട്ട് നേരത്തെ ഫിക്സ് ചെയ്ത ഒരു പ്രൈസിൽ, മാർക്കറ്റ് റേറ്റിന്റെ മുകളിൽ താഴെ ആയിട്ടുള്ള ഒരു 10% കൂടുതലോ കുറവോ എന്നുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത പ്രൈസിൽ അയാൾ നിങ്ങളുടെ ഷെയർ വിൽക്കുന്നു. അപ്പോൾ 10,000 രൂപ നിങ്ങൾക്ക് അസ്യൂം, 10,000 രൂപ VC ഫണ്ടിങ് തന്ന ആള് നിങ്ങൾ 10,000 ഷെയർ കൊടുത്ത് ഓരോ ഷെയറിന്റെ വില 1000 രൂപ ആവുകയാണെങ്കിൽ അയാൾക്ക് എത്ര മടങ്ങ് റിട്ടേൺസ് കിട്ടിയെന്ന് നിങ്ങൾ ആലോചിക്കണം. ഇതാണ് ഈക്വിറ്റി സപ്പോർട്ട് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് കൺവെൻഷണൽ ലോൺ. നിങ്ങൾക്ക് അയാൾ ഒരു ലോൺ തരുന്നു. ലോണാണ്, ഈക്വിറ്റി ഷെയർ ഒന്നും വേണം, നിങ്ങൾ അയാൾക്ക് ലോൺ തരുന്നു. കാരണം സക്സസ്ഫുൾ ആകുമില്ലെന്ന് അയാൾക്ക് നിശ്ചയമില്ല. അപ്പോൾ അയാൾ നിങ്ങൾക്ക് ലോൺ തരുന്നു. ഈ ലോൺ നിങ്ങൾക്ക് ലിബറൽ ടേംസിലാണ്, 2%, 3% ഇൻട്രസ്റ്റിന്. പിള്ളേരിൽ എന്തെങ്കിലും കൊണ്ടുപോയി തരികടയൊക്കെ കളിച്ച് ലാഭം ഉണ്ടാക്കി കൊണ്ടുവരട്ടെ, ഇപ്പൊ വലിയ ബഹളം വേണ്ട, അപ്പച്ചയ്ക്ക് വേണ്ടിയിട്ട് കാശ് ഒരുപാടുള്ള ഒരുത്തനാണ് VC. അപ്പൊ അയാൾ നിങ്ങളുടെ പ്രോജക്റ്റിലൊക്കെ താല്പര്യം തോന്നി ഒരു റിസ്ക് ഒക്കെ എടുത്ത് നിങ്ങൾക്ക് 2-3% പലിശയ്ക്ക് പണം തരുന്നു. അതിനുശേഷം നിങ്ങളുടെ ഓപ്പറേഷൻസ് സ്റ്റേബിൾ ആയി, നിങ്ങളുടെ ഓപ്പറേഷൻസ് പ്രോഫിറ്റബിൾ ആയി കഴിയുമ്പോൾ അയാൾ പറയുന്നു ഇനിയിപ്പോൾ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആയി, ഇനിയിപ്പോൾ ഈസി ടേംസിൽ സോഫ്റ്റ് ലോൺ ഒന്നും വേണ്ടല്ലോ, നോർമൽ റേറ്റ്സിൽ നിങ്ങൾ എനിക്ക് ഇൻട്രസ്റ്റ് തരിക. അത് ഒരു ഷെഡ്യൂളൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഇന്ന ടൈം ആകുമ്പോഴത്തേക്കും ആ ലോൺ എനിക്ക് തിരിച്ചടച്ച് ക്ലോസ് ചെയ്യുക. അതൊക്കെ നേരത്തെ നെഗോഷിയേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഇതാണ് മറ്റൊരു രീതി, ഇതാണ് കൺവെൻഷണൽ ലോൺ എന്ന് പറയുന്നത്. തേർഡ് വേ ഈസ് കണ്ടീഷണൽ ലോൺ. ആദ്യത്തേത് കൺവെൻഷണൽ ആയിരുന്നെങ്കിൽ അടുത്തത് കണ്ടീഷണൽ ലോൺ ആണ്. അപ്പോൾ ലോൺ തരുമ്പോൾ ചില കണ്ടീഷൻസ് ഉണ്ട്. ആദ്യത്തെ സ്റ്റേജിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല, 0 ഇൻട്രസ്റ്റ്. നിങ്ങൾക്ക് ലോൺ തരുന്ന ആൾ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി 0 ഇൻട്രസ്റ്റിന് ലോൺ തന്നിരിക്കുന്നു. 0% ഇൻട്രസ്റ്റിന് ലോൺ തന്നിരിക്കുന്നു. കമേഴ്ഷ്യൽ പ്രൊഡക്ഷൻസ് ആരംഭിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ലോൺ കൊടുക്കുന്നതിന് മുൻപായിട്ട് റോയൽറ്റി കൊടുക്കണം. ഇപ്പൊ നിങ്ങൾ കൊടുക്കുന്നത്, നിങ്ങൾ ഓരോ യൂണിറ്റിനും നിങ്ങൾ വിൽക്കുന്ന, ഇപ്പൊ നിങ്ങൾ സെയിൽ ചെയ്യാൻ പോകുന്നത് ഒരു ടെസ്ല പോലെ ഇലക്ട്രിക് കാറാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഓരോ ഇലക്ട്രിക് കാർ വിൽക്കുന്നതിനും നിങ്ങൾ അയാൾക്ക് കാർ ഒന്നിന് ഇത്ര രൂപ വെച്ച് റോയൽറ്റി കൊടുക്കണം. പെർ പീസിന് അയാൾക്ക് റോയൽറ്റി കൊടുത്തോണ്ടിരിക്കണം. അങ്ങനെ റോയൽറ്റി കൊടുക്കുന്നത് മാത്രമല്ല, ചിലരെന്ത് ചെയ്യും, ആ ലോൺ തിരിച്ച് തരണം എന്ന് ഒരു പർട്ടിക്കുലർ പീരീഡ് അനുസരിച്ച് നിങ്ങൾ ആ ലോൺ നമുക്ക് തിരിച്ചു തരണം. ആദ്യം ഇൻട്രസ്റ്റ് ഒന്നുമില്ല, ആദ്യം ലോൺ ഫ്രീ ആണ്, നോ ഇൻട്രസ്റ്റ് ചാർജ്. നിങ്ങൾ പ്രോഫിറ്റബിൾ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ പ്രൊഡക്ഷൻ തുടങ്ങി കഴിഞ്ഞാൽ കാർ ഒന്നിന് അല്ലെങ്കിൽ യൂണിറ്റ് ഒന്നിന് വെച്ച് എനിക്ക് പണം തിരിച്ചു തരണം. അതൊന്ന്. രണ്ടാമത്തേത്, നിങ്ങൾക്ക് തന്ന പണം ലോൺ എനിക്ക് ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാതെ ആയാലും ഒരു പർട്ടിക്കുലർ ടൈമിൽ തിരിച്ചു തരണം. ലോൺ തിരിച്ചു തന്നാലും അയാൾക്കുള്ള മെച്ചെന്താണ്, നിങ്ങളുടെ പ്രൊഡക്ഷൻ നടക്കും തോറും അയാൾക്ക് കാർ ഒന്നിന് 100 രൂപ വെച്ച് 1000 രൂപ വെച്ച് എത്ര വെച്ചാൽ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇത് ഇസ് എ കണ്ടീഷണൽ ലോൺ. അങ്ങനെ ഇങ്ങനെ 3 തരത്തിലാണ് VCകൾ സാധാരണഗതിയിൽ ഫണ്ടിങ് നടത്തുന്നത്. അടുത്തത് സ്റ്റേജസ് ഇൻ VC ഫിനാൻസിങ്. VC ഫിനാൻസിംഗിൽ നടക്കുന്ന സ്റ്റേജസ് എങ്ങനെയെല്ലാമാണ് VCകൾ, ഏതെല്ലാം രീതിയിൽ ഒരു പ്രോഗ്രസീവ് ആയിട്ടാണ് VCകൾ നിങ്ങൾക്ക് ഫണ്ടിങ് തരിക. അല്ല ആദ്യം തന്നെ നിങ്ങൾ ഒരു പ്രോജക്റ്റ് ആയിട്ട് ചെന്നു അപ്പൊ തന്നെ കൊട്ടപ്പടിക്ക് കാശ് തരുന്നു എന്നുള്ള സിറ്റുവേഷൻ അല്ല. അവർക്കൊരു സ്ട്രക്ചേർഡ് വേ ഓഫ് ഫണ്ടിങ് ബിസിനസ്സസ് ഉണ്ട്. 3 സ്റ്റേജസ് ആയിട്ടാണ് VCകളുടെ ഫണ്ട്സ് നിങ്ങൾക്ക് തരിക. 1 ഏർലി സ്റ്റേജ്, 2 എക്സ്പാൻഷൻ സ്റ്റേജ്, 3 ടേൺ അറൗണ്ട് സ്റ്റേജ്. ഏർലി സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ സ്റ്റേജസ് ആണ്. അതിൽ ഫസ്റ്റ് ഏർലി സ്റ്റേജിൽ തന്നെ ഫസ്റ്റ് സ്റ്റേജ് സീഡ് സ്റ്റേജ് ആണ്. അതായത് ഐഡിയ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു പ്ലാന്റ് ആണെന്ന് സങ്കല്പിച്ചാൽ, നിങ്ങളുടെ ബിസിനസ് ഒരു പ്ലാന്റ്, ഒരു ചെടിയാണെന്ന് സങ്കല്പിച്ചാൽ അതിന്റെ സീഡായിട്ടാണ് ആദ്യ സ്റ്റേജ് വരുന്നത്, വിത്തായിട്ടാണ്. സീഡ് സ്റ്റേജിൽ എന്റർപ്രനർ ഐഡിയ നമ്മൾക്ക് VCയോട് പ്രസന്റ് ചെയ്യുന്നു. എന്റെ ഐഡിയ ഇതാണ്, ദിസ് ഈസ് ദൈ ഐഡിയ, ദ സീഡ് ഓഫ് എൻ ഐഡിയ ഈസ് ഇൻ മൈ മൈൻഡ്. അത് ഇന്നതാണ് ഐഡിയ നിങ്ങൾ പ്രസന്റ് ചെയ്യുന്നു. അപ്പോൾ VC എന്ത് ചെയ്യുന്നു,
VC നിങ്ങളുടെ ഐഡിയ കൊള്ളാമെന്ന് മനസ്സിലാക്കി നല്ല പോസിബിലിറ്റി ഉണ്ട്, നല്ലപോലെ വെള്ളവും വളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ നിങ്ങളുടെ ഐഡിയ വലിയൊരു മരമായി തീരുന്ന VCക്ക് ഒരു സങ്കല്പമുണ്ട്. ദേ ആർ എക്സ്പീരിയൻസ് പീപ്പിൾ അല്ലെ. ആയിരക്കണക്കിന് വെഞ്ചേഴ്സ് ഇതുപോലെ ഫണ്ട് ചെയ്ത് വിജയവും പരാജയവും അറിഞ്ഞവരായിരിക്കും VCs. എസ്പെഷ്യലി വിദേശത്തുള്ള VCs ഒക്കെ ഈ കാര്യത്തിൽ എക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പൊ അവരെന്ത് ചെയ്യും, നിങ്ങൾക്കൊരു ചെറിയ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ തരുന്നു. നിങ്ങളുടെ ഐഡിയ ഞങ്ങൾക്കൊന്ന് ഒരു സെക്കൻഡറി സ്റ്റേജിലേക്ക് ഒന്ന് കൊണ്ടുപോകാം. അപ്പൊ ഈ കിട്ടിയ പണവുമായിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുന്നു. ഇതാണ് സ്റ്റാർട്ടപ്പ് സ്റ്റേജ് എന്ന് പറയുന്ന സ്റ്റേജ്. നിങ്ങൾ പ്രൊഡക്റ്റിന്റെ കുറച്ച് സാമ്പിൾസ് ഒക്കെ ഉണ്ടാക്കുന്നു, ചെറിയ രീതിയിലൊരു പ്രൊഡക്ഷനൊക്കെ തുടങ്ങുന്നു, ചെറിയ രീതിയിൽ അത് മാർക്കറ്റ് ചെയ്യുന്നു, ടെസ്റ്റ് മാർക്കറ്റ് ഒക്കെ ചെയ്യുന്നു, അത് നല്ല റെസ്പോൺസ് കാണുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ VCയുടെ അടുത്ത് ചെല്ലുന്നു, ഞാൻ ഇത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു, അത്ര യൂണിറ്റ് അപ്പൊ തന്നെ സെയിലായി പോയി, മാർക്കറ്റിൽ നല്ല ഡിമാൻഡൊക്കെ കാണുന്നുണ്ട്, ഒന്നുകൂടെ ഒന്ന് സ്കെയിലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ പിടിച്ചെടുക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു, സ്ലൈറ്റ്ലി ലാർജർ എമൗണ്ട് ഓഫ് ഫണ്ടിങ്. സ്റ്റാർട്ടപ്പ് ആണ് പറയുന്നത്, സ്റ്റാർട്ടപ്പിന് വണ്ടി ഓടി തുടങ്ങി. ആ വണ്ടി ഓടി തുടങ്ങുമ്പോൾ നമ്മൾ ചെറുതായിട്ട് അതിൽ ഫ്യൂൽ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ സ്റ്റാർട്ടപ്പ് സ്റ്റേജിൽ സ്ലൈറ്റ്ലി ലാർജർ എമൗണ്ട് ഓഫ് ഫണ്ടിങ്. അത് കഴിഞ്ഞ് ഫസ്റ്റ് സ്റ്റേജിലേക്ക് നമ്മൾ എത്തുകയാണ്. വി ആർ മൂവിങ് ടു ദ ഫസ്റ്റ് സ്റ്റേജ്, ആദ്യ സ്റ്റേജിലേക്ക് എത്തുകയാണ്. ഇതുവരെ കൊടുത്ത ഫണ്ടൊക്കെ VC നല്ലപോലെ, VC അല്ല ആന്റർപ്രണർ നല്ലപോലെ യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഫുൾ സ്കെയിൽ പ്രൊഡക്ഷൻ ആരംഭിക്കണം. അതായത് ഞാൻ പ്രോപ്പറായിട്ട് ഒരു പ്ലാന്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഞാൻ മാനുഫാക്ചർ ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പൊ ഇതിനുള്ള ഫസ്റ്റ് സ്റ്റേജിൽ ഫർദർ ഫണ്ട്സ് കൊടുക്കുന്നു. അപ്പോൾ ഏർലി സ്റ്റേജിൽ 3 സ്റ്റേജസ് ആണുള്ളത്: സീഡ് സ്റ്റേജ്, സ്റ്റാർട്ടപ്പ് സ്റ്റേജ്, ഫസ്റ്റ് സ്റ്റേജ്. ഇനി എക്സ്പാൻഷൻ സ്റ്റേജ്. എക്സ്പാൻഷൻ സ്റ്റേജ് എന്ന് പറയുമ്പോൾ എക്സ്പാൻഷൻ സ്റ്റേജിൽ 3 സ്റ്റേജസ് ആയിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്യുന്നു. ഇതിൽ സെക്കൻഡ് സ്റ്റേജ് എക്സ്പാൻഷൻ സ്റ്റേജിലാണ് വരുന്നത്. സെക്കൻഡ് സ്റ്റേജിൽ കമ്പനിക്ക് ഒന്നുകൂടെ എക്സ്പാൻഡ് ചെയ്യാം, പ്രൊഡക്ഷൻ ലൈൻസ് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു ഫാക്ടറിയുള്ള ഒരു പ്രൊഡക്ഷൻ ലൈൻ നേരത്തെ ഉണ്ടായിരുന്നുള്ളൂ ഫസ്റ്റ് സ്റ്റേജിൽ. കമേഴ്ഷ്യൽ പ്രൊഡക്ഷനൊക്കെ ആരംഭിച്ചു. അപ്പോൾ എക്സ്പാൻഡഡ് പ്രൊഡക്ഷൻ നിങ്ങൾക്ക് ആരംഭിക്കണം. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടി, കൂടുതൽ പ്രൊഡ്യൂസ് നടത്തുന്നതിന് വേണ്ടി നിങ്ങൾക്ക് കൂടുതൽ ഫണ്ട്സ് തരുന്നു. അപ്പോൾ നിങ്ങൾക്ക് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നു. ഒരു പ്രൊഡക്ഷൻ ലൈനിന് പകരം 3 ലൈൻ നിങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഫാക്ടറിയിൽ 3 അസംബ്ലി ലൈനിൽ സംഗതികൾ പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങുകയാണ്, കൊള്ളാം. പക്ഷെ ഇപ്പോഴും പ്രോഫിറ്റ്സ് ഒന്നും ആയിട്ടില്ല. മാർക്കറ്റിന്റെ ഡിമാൻഡ് നിങ്ങൾ മീറ്റ് ചെയ്യുന്ന അവസ്ഥയാണ്. കാരണം നിങ്ങൾ ഈ സ്റ്റേജിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്നു ക്രെഡിറ്റ് പീരിയഡ്സ് ഒക്കെ ഉദാരമായിട്ടാണ്. 6 മാസം ക്രെഡിറ്റ് ഒക്കെ ചിലപ്പോൾ കൊടുക്കുന്നുണ്ടായിരിക്കും, നമുക്കറിയില്ല എങ്ങനെ ട്രേഡിനെ പിടിച്ചെടുക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് പ്രോഫിറ്റ്സ് ഒന്നും വന്നിട്ടില്ല. സെക്കൻഡ് സ്റ്റേജിൽ നിങ്ങൾക്ക് ഫർദർ എക്സ്പാൻഷൻ ഓഫ് പ്രൊഡക്ഷൻ മാർക്കറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പ്രോഫിറ്റ്സ് വന്നിട്ടില്ല. തേർഡ് സ്റ്റേജിൽ എന്ത് സംഭവിക്കുന്നു? തേർഡ് സ്റ്റേജിൽ കമ്പനിക്ക് പ്രോഫിറ്റ്സ് ആയി. നിങ്ങൾ ട്രേഡിന് ഇനീഷ്യലി കൊടുത്ത ക്രെഡിറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടി തുടങ്ങി. മാർക്കറ്റിൽ നല്ല റിസപ്ഷനായി, ആളുകൾ വെയിറ്റ് ചെയ്യുന്നു, ചോദിക്കുന്നു, സാധനം കിട്ടാൻ വേണ്ടി ചോദിക്കുന്നു. ഫർദർ ഗ്രോത്ത് നിങ്ങൾ കാണുന്നുണ്ട്. യുവർ ലൈൻ ഓഫ് സൈറ്റ് ഷോസ് ഫർദർ ഗ്രോത്ത്. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ സ്റ്റേജ് ക്രിട്ടിക്കലാണ്. ഈ സ്റ്റേജിൽ നിങ്ങൾ മാർക്കറ്റ് പിടിച്ചടക്കിയാൽ പിന്നെ നിങ്ങളുടെ കയ്യിൽ നിന്ന് മാർക്കറ്റ് പോകാനുള്ള സാധ്യത കുറവാണ്. കോമ്പറ്റീഷൻ ഇതുവരെ തലപൊക്കി തുടങ്ങിയിട്ടില്ല. അപ്പൊ ഈ സ്റ്റേജിൽ നിങ്ങൾ മാർക്കറ്റ് സ്വീപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഷ്വേർഡ് ആണ്. അപ്പൊ നിങ്ങൾക്ക് മേജർ ഫണ്ട്സ് ഈ സമയത്ത് ആവശ്യമുണ്ട്. ലെൻഡേഴ്സ് ആർ ഹാപ്പി, കാരണം നിങ്ങളുടെ ഗ്രോത്ത് കാണുമ്പോൾ അവർ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. പ്രോഫിറ്റ്സ് പെട്ടെന്ന് വന്നു കഴിഞ്ഞു. പ്രഡിക്റ്റഡ് പാറ്റേൺസിലാണ് കമ്പനിക്ക് ഗ്രോത്ത് വരുന്നത്, സ്റ്റാർട്ടപ്പിന് ഗ്രോത്ത് വരുന്നത്. അപ്പോൾ ക്രിട്ടിക്കലായ ഈ എക്സ്പാൻഷൻ സ്റ്റേജിൽ ധാരാളം ഫണ്ട്സ് കൊടുക്കുന്നു. ഇനി അതിനുശേഷമാണ് ബ്രിഡ്ജ് സ്റ്റേജ് എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് വരുന്നത്. ഇനി കമ്പനി മെഗാ എക്സ്പാൻഷന് പോവുകയാണ്. മെഗാ എക്സ്പാൻഷന് പോകുമ്പോൾ കമ്പനി എന്ത് ചെയ്യുന്നു? കമ്പനി പബ്ലിക് ഇഷ്യൂ ഒക്കെ നടത്തി ഫർദർ ഹ്യൂജ് ഫണ്ട്സ് ജനറേറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഹ്യൂജ് എക്സ്പാൻഷൻ ആണ്, വലിയ പ്രോസ്പെക്ട്സ് ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ പബ്ലിക് ആകുന്നതിന് ഒരു 6 to 12 months പബ്ലിക് ആയി പോകുന്നതുമായി ബന്ധപ്പെട്ടും ചില എക്സ്പെൻസുകളെല്ലാം ഉണ്ട്. ഇതെല്ലാം കൂടെ മീറ്റ് ചെയ്യാൻ വേണ്ടി കമ്പനിക്ക് ഫർദർ ലോൺസ് കൊടുക്കുന്നു ബ്രിഡ്ജ് സ്റ്റേജിലേക്ക്. അതായത് പബ്ലിക് ആകാൻ പോകുന്ന സ്റ്റേജ് വരേക്കും ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പോഴത്തെ നിലയിൽ കമ്പനി പ്രൈവറ്റ് ആണ്, അതിനെ പബ്ലിക് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്രിഡ്ജ് കെട്ടിക്കൊടുക്കുന്ന രീതിയിൽ ഫണ്ട്സ് ജനറേറ്റ് ചെയ്യുന്നു 6 to 12 months ബിഫോർ പബ്ലിക് ഇഷ്യൂ. മൂന്നാമത്തേത് ടേൺ അറൗണ്ട് സ്റ്റേജ്. ടേൺ അറൗണ്ട് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പനി വളരെ നന്നായിട്ട് പബ്ലിക് ഇഷ്യൂ നടത്തി, ധാരാളം ഫണ്ട്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കുന്നു ഒരു സൂപ്പർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു കോമ്പറ്റീറ്ററിന്റെ പ്രൊഡക്റ്റ് ലൈൻ ഈസ് അവൈലബിൾ ഫോർ പർച്ചേസ്. നിങ്ങൾക്ക് ഒരു കോമ്പറ്റീഷന്റെ പ്രൊഡക്റ്റ് വാങ്ങിക്കാനുള്ള സ്കോപ്പ് നിങ്ങൾ കാണുന്നുണ്ട് ഒരു കോമ്പറ്റീറ്ററുടെ. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈൻ ഓഫ് ബിസിനസ് ആയിട്ട് സിങ്ക് ചെയ്യുന്ന മറ്റൊരു ലൈൻ ഓഫ് ബിസിനസ് ഉണ്ട്. അല്ലെങ്കിൽ ഒരു നിഷ് പ്രൊഡക്റ്റ് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലേക്ക്, നിങ്ങളുടെ കമ്പനിയുടെ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യാവുന്ന നിഷ് പ്രൊഡക്റ്റ് ഉണ്ട്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന ലൂം എന്ന് പറയുന്നത് ഇതുപോലെ ഒരു സ്റ്റാർട്ടപ്പാണ്. ഈ ലൂമിനെ മൈക്രോസോഫ്റ്റ് വാങ്ങിച്ചതാണ്. ലൂമിന്റെ ഫൗണ്ടേഴ്സിൽ ഒരാൾ മലയാളി കൂടെയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വെഞ്ചർ VC ഫിനാൻസിംഗിൽ ടേൺ അറൗണ്ട് സ്റ്റേജിൽ മറ്റൊരു കമ്പനി വാങ്ങിക്കാനുള്ള ഒരു ഫണ്ടിങ്
മറ്റൊരു കമ്പനി, ചെറിയൊരു കമ്പനി വേറൊരെണ്ണം വാങ്ങിക്കാൻ, അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷനെ വാങ്ങിക്കാൻ, മറ്റൊരു ബ്രാൻഡ് വാങ്ങിക്കാനൊക്കെ ആയിട്ട് ടേൺ അറൗണ്ട് സ്റ്റേജിൽ വി സികൾ ഫർദർ ഫണ്ട്സ് കൊടുക്കും. അപ്പോൾ ഇത്രയുമാണ് വി സി ഫിനാൻസിങ്ങിന്റെ സ്റ്റേജസ് ആയിട്ട് നമ്മൾ കാണുന്നത്. 3 സ്റ്റേജസ്: ഏർലി സ്റ്റേജ്, അതിൽ സീഡ് സ്റ്റേജ്, സ്റ്റാർട്ടപ്പ് സ്റ്റേജ്, ഫസ്റ്റ് സ്റ്റേജ്. എക്സ്പാൻഷൻ സ്റ്റേജിൽ സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്, ബ്രിഡ്ജ് സ്റ്റേജ്, പിന്നെ അവസാനത്തേത് ടേൺ അറൗണ്ട് സ്റ്റേജ്. ഇത് കൂടാതെ വർക്ക് ഔട്ട് ഫണ്ടിങ് എന്ന് പറയുന്ന മറ്റൊരു കൺസെപ്റ്റ് ഉണ്ട്. ചില കമ്പനികൾ ഓപ്പറേഷണൽ ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് മൂലം അല്പം പ്രവർത്തനം അല്പം താളപ്പിഴകളൊക്കെ ഉള്ളൊരു കമ്പനികളായിരിക്കും. ദേ ആർ ഫൈൻഡിങ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു സ്റ്റെബിലൈസ്. ഇൻട്രൻസിക്കലി നല്ല കമ്പനീസ് ആണ്, വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പക്ഷേ ചില പ്രത്യേക കാരണങ്ങളോ സാഹചര്യങ്ങളോ കൊണ്ട് ചിലപ്പോൾ ഫാമിലി ഫൈറ്റുകളായിരിക്കാം, അതല്ലെങ്കിൽ ചിലപ്പോൾ ചില ടെക്നോളജിക്കൽ ചേഞ്ചസ് എന്തെങ്കിലും ആയിരിക്കാം. ഇതൊക്കെ കൊണ്ട് കമ്പനി അല്പം ഒരു ബുദ്ധിമുട്ടിലായ കമ്പനികൾ ടേൺ അറൗണ്ട് ചെയ്യാൻ വേണ്ടി, ഫണ്ടമെന്റൽസ് സ്ട്രോങ് ആണെങ്കിൽ അത്തരം കമ്പനികൾ ടേൺ അറൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ വി സികൾ വർക്കൗട്ട് ഫണ്ടിങ് എന്ന് പറഞ്ഞ ഒരു ഫണ്ടിങ് സിസ്റ്റം കൂടെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയുമാണ് വി സികളുടെ മെത്തേഡ്സ് ഓഫ് ഫണ്ടിങ് അല്ലെങ്കിൽ സ്റ്റേജസ് ഓഫ് വി സി ഫണ്ടിങ് ആയിട്ട് നമ്മൾ കാണും. ഇനി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ പോയിന്റ്സ് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലുള്ള വെഞ്ചർ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാപനങ്ങളുടെ ചെറിയൊരു ഡിസ്കഷനാണ്. വി സി ഫിനാൻസിങ്ങുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ് അടുത്ത പോയിന്റ് ഓഫ് ഡിസ്കഷൻ. ആദ്യത്തേത് റിസ്ക് ക്യാപിറ്റൽ ആൻഡ് ടെക്നോളജി ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, വലിയ പേരാണ്, RCTFC, റിസ്ക് ക്യാപിറ്റൽ ആൻഡ് ടെക്നോളജി ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. നമ്മൾ പലരും IFCI കേട്ടിട്ടുണ്ടാവും, ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, നമ്മൾ ആദ്യ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. 1975 IFCI ആരംഭിച്ചതാണ്. IFCI ആണ് പിന്നീട് റിസ്ക് ക്യാപിറ്റൽ ആൻഡ് ടെക്നോളജി ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആയിട്ട് 1988 പേര് മാറുന്നത്. 2 സ്കീംസ് ആണ് RCTFCIക്ക് ഉള്ളത്. ഒന്ന് റിസ്ക് ക്യാപിറ്റൽ സ്കീമും 2 വെഞ്ചർ ക്യാപിറ്റൽ സ്കീമും. വെഞ്ചർ ക്യാപിറ്റൽ സ്കീമിന് കീഴിലാണ് പുതിയ പ്രൊഡക്ട്സ്, ഫ്യൂച്ചർ ടെക്നോളജീസിനെല്ലാം RCTFCI ഫണ്ടിങ് നടത്തുന്നത്. വെഞ്ചർ ക്യാപിറ്റൽ സ്കീം എന്ന് പറഞ്ഞ സ്കീമിന് കീഴിലാണ്. ഇത്തരം സ്കീമിന് കീഴിൽ ഏതൊരു വിസിയെ പോലെ തന്നെ ഹൈ റിസ്ക്കും നല്ല പ്രോഫിറ്റ്സും പോസിബിലിറ്റിയും ഉള്ള ബിസിനസ് ഐഡിയകൾക്ക് RCTFCI ഫണ്ടിങ് നടത്തുന്നു വി സി സ്കീമിന് കീഴിൽ. ഇതിന്റെ ലെൻഡിംഗ് ലിമിറ്റ് എന്ന് പറയുന്നത് പ്രസ്തുത സ്ഥാപനങ്ങൾ ഒരു കമ്പനിയായിട്ട് രൂപീകരിച്ച് ആ കമ്പനിയുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിന്റെ 40% ആണ് ലോണായിട്ട് കൊടുക്കുന്നത്. അതല്ലെങ്കിൽ 5 കോടി, ഓരോ വെഞ്ചറിനും 5 കോടിയാണ് ലോണായിട്ട് കൊടുക്കുന്നത്. അടുത്ത വി സി ഫണ്ടിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ നോക്കിയാൽ IDBI, SIDBI എന്ന് പറയുന്ന 2 സ്ഥാപനങ്ങളുടെ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടുകളാണ്. IDBI നമുക്കറിയാം, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. SIDBI അതിന്റെ സ്മോൾ ഇൻഡസ്ട്രീസ് വേർഷനാണ്, സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. IDBI 1986-ലും SIDBI 1992-93-ലുമാണ് വി സി ഫണ്ടിങ് ആരംഭിച്ചത്. SIDBIയുടെ വി സി ഫണ്ടിങ് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിലുള്ള ഇന്നോവേറ്റീവ് ബിസിനസ്സുകൾക്ക് വേണ്ടിയിട്ടാണ്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയിലായിരിക്കാം പലപ്പോഴും ഇന്നോവേഷൻസ് പല കേസുകളിലും നമ്മൾ കാണുന്നത്. SIDBIയുടെ ഒരു പ്രോമിനന്റ് ഫണ്ടാണ് നാഷണൽ ഫണ്ട് ഫോർ സോഫ്റ്റ്വെയർ ആൻഡ് IT ഇൻഡസ്ട്രി. എക്സ്ക്ലൂസീവ്ലി IT ഇൻഡസ്ട്രിയിലെ സ്മോൾ സ്കെയിൽ ബിസിനസ്സുകൾക്ക് വേണ്ടിയിട്ട് SIDBI ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു പ്രോമിനന്റ് നാഷണൽ ഫണ്ടാണ് നാഷണൽ ഫണ്ട് ഫോർ സോഫ്റ്റ്വെയർ ആൻഡ് IT ഇൻഡസ്ട്രി. ഈ അടുത്ത് നമ്മൾ വായിച്ചു കേട്ടു അല്ലെ, ആലപ്പുഴ ടെക്നോ പാർക്കിന്റെ എക്സ്റ്റൻഷനിലുള്ള ഒരു ചെറിയ കമ്പനിക്കാണ് പ്രൈം മിനിസ്റ്ററുടെ ഏതോ വലിയ പ്രോജക്റ്റിന് കീഴിൽ വലിയ അവാർഡൊക്കെ കിട്ടിയിരിക്കുന്നത്. ആലപ്പുഴയിൽ നിന്നുള്ള ഒരു കമ്പനിക്കാണ് കിട്ടിയിരിക്കുന്നത്, സ്മോൾ കമ്പനി. പിന്നെ ഇത് കൂടാതെ സ്റ്റേറ്റ് ലെവൽ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടുകളുണ്ട്. ഇപ്പൊ നമ്മളെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരള ഒരു വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിന് വളരെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു, അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകൾക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലമാണ് കേരളം. എസ്പെഷ്യലി ടെക് ഡ്രിവൺ സ്റ്റാർട്ടപ്സിന് കേരള ഈസ് എ ഗുഡ് പ്ലേസ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള വി സി ഫണ്ടുകളെല്ലാം കേരളത്തിലും നിലവിലുണ്ട്. ഗവൺമെന്റ് തലത്തിൽ തന്നെ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടുകൾ കേരള ഗവൺമെന്റിന്റെ കീഴിലൊക്കെ തന്നെ ഉണ്ട്. ഒരുപാട് പോസിബിലിറ്റീസ് ഉള്ള ഒരു രംഗമാണ്. ഇനി മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ വി സി ഫണ്ട്സ് ഓഫ് ടെക്നോളജി ഡെവലപ്മെന്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ടെക്നോളജി ഡെവലപ്മെന്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ കോർപ്പറേഷൻ എന്ന് പറയുന്ന സ്ഥാപനത്തിനുമുണ്ട് ഒരു വി സി ഫണ്ട്. അത് 1988-ലാണ് വി സികൾക്ക് വേണ്ടി, വെഞ്ചർ ക്യാപിറ്റലിന് വേണ്ടി മാത്രമായിട്ട് ICICI ആരംഭിച്ചതാണ് വി സി ഫണ്ട്സ്. ടെക്നോളജി ഡെവലപ്മെന്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനം വി സി ഫണ്ടിങ്ങിന് വേണ്ടി ICICI ആരംഭിച്ചതാണ്. TDICI നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ടെക്നോളജി ഡെവലപ്മെന്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അപ്പോൾ ഈ സ്ഥാപനം ICICI ആരംഭിച്ചതാണ് 1988-ൽ. അപ്പോൾ ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫിനാൻസ് കൊടുക്കുക മാത്രമായിട്ടല്ല, ഇത് ടെക്നോളജിക്കൽ സപ്പോർട്ടും R&D സപ്പോർട്ടും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സപ്പോർട്ടും ടെക്നോളജിക്കൽ സപ്പോർട്ടും കൂടെ കൊടുക്കുന്നുണ്ട്.
ഇപ്പോൾ പല കേസുകളിലും നമ്മൾ ടെക്നോളജി അവയർനെസ് പൂർണ്ണമായിട്ടുള്ളതെന്നില്ല. അപ്പോൾ ആ രീതിയിലുള്ള ടെക്നോളജിക്കൽ അവയർനെസ് അല്ലെങ്കിൽ അടുത്ത സ്റ്റേജിലേക്ക് പോകാനുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സപ്പോർട്ട് എല്ലാം ഈ സ്ഥാപനം ടെക്നോളജി ഡെവലപ്മെന്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, പേരിൽ തന്നെ നമുക്ക് കാണാം. പേരിൽ ഫിനാൻസിങ് മാത്രമല്ല പറയുന്നത് അല്ലേ, പേരിൽ ഫിനാൻസിങ് കാണാനില്ല. ടെക്നോളജി ഡെവലപ്മെന്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അപ്പോൾ അല്പം കൂടി ബ്രോഡർ ആയിട്ടുള്ള ഒരു അജണ്ടയുള്ള ഒരു സ്ഥാപനമാണിത്. ഇതേ സ്ഥാപനം തന്നെയാണ് ICICI UTI ചേർന്ന് ആരംഭിച്ച VC ഫണ്ട് മാനേജ് ചെയ്യുന്നത്. മറ്റ് VC ഫണ്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ പല ബാങ്കുകൾക്കും ഇപ്പോൾ അവരുടെ സബ്സിഡിയറീസിലൂടെ VC ഫണ്ടുകൾ കൊടുക്കുന്നുണ്ട്. ഒരുപക്ഷെ ബാങ്കിങ് എന്ന് പറയുന്ന കൺവെൻഷണൽ ബാങ്കിങ് കീഴിൽ ഇവർക്ക് VC ഫണ്ടിങ് നടത്താൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ക്യാപിറ്റൽ അഡിക്വസി നോംസ് പറയും, ക്രെഡിറ്റ് റിസർവ് റേഷ്യോ ഗവൺമെന്റ് പറയാം. അപ്പോൾ കൺവെൻഷണൽ ബാങ്കിങ്ങിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു VC ഫണ്ടിങ് ചിലപ്പോൾ പോസിബിൾ ആവില്ല. അപ്പൊ അതുകൊണ്ട് ഇത്തരം ബാങ്കുകൾ എന്ത് ചെയ്യുന്നു, അതേസമയം റിട്ടേൺസ് ഹ്യൂജ് ആയിരിക്കും. ക്ലിക്ക് ആയി കഴിഞ്ഞാൽ യു ഗെറ്റ് ഹ്യൂജ് റിട്ടേൺസ്. ബാങ്കുകൾക്ക് അതിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യമല്ല, അതിൽ ഇൻട്രസ്റ്റ് ഉണ്ട് ഡെഫിനറ്റ്ലി. പക്ഷെ ബാങ്കിങ്ങിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അത് ഫണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ബാങ്കുകൾ എന്ത് ചെയ്യും, സബ്സിഡിയറീസ് എസ്റ്റാബ്ലിഷ് ചെയ്യും. ഈ സബ്സിഡിയറീസ് ഫോർ എക്സാമ്പിൾ SBI ക്യാപിറ്റൽ മാർക്കറ്റ്സ്, ക്യാൻ ബാങ്ക് ഫിനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ് എന്നുള്ള രീതിയിലുള്ള പല രീതിയിലുമുള്ള സബ്സിഡിയറീസ് ഓപ്പറേറ്റ്. ഈ സബ്സിഡിയറീസിലൂടെ VC ഫണ്ടിങ് നടത്തുന്ന ഒരു പരിപാടിയുണ്ട്. പിന്നെ ഇതിലെല്ലാം ഉപരിയായിട്ട് ഫോറിൻ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ്, അവരുടെ ഫണ്ടിങ് കപ്പാസിറ്റി ഹ്യൂജ് ആണ്. നിങ്ങൾ സിക്കോയ ക്യാപിറ്റൽ എന്നൊക്കെ കേട്ട് കാണും അല്ലെ, ബൈജൂസിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, ഓയോ റൂംസിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. സിക്കോയ ക്യാപിറ്റൽ നമ്മൾ കാണുന്ന ചില പുതിയ ടെക്നോളജീസ് ആണ്. നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണുന്നതാണ് ഈ ബൈജൂസ് അല്ലെങ്കിൽ ഓയോ റൂംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നോളജി കൊണ്ട് കളിക്കുന്ന പുതിയ ബിസിനസ്സുകളാണ്. ഹ്യൂജ് അമൗണ്ട്സ് ഓഫ് ഫണ്ടിങ്. സെക്കോയ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു അമേരിക്കൻ VC ആണ്. ഹ്യൂജ് അമൗണ്ട്സ് ഹാസ് പുട്ട് ഇൻ ദീസ് കമ്പനീസ്. അതുപോലെ ജാപ്പനീസ് സോഫ്റ്റ് ബാങ്ക്, ആലിബാബ, ഇവർക്കൊക്കെ VC ഫണ്ടിങ് ധാരാളമുള്ള കമ്പനികളാണ്. പുതിയ ടെക്നോളജി, പുതിയ ബിസിനസ്സുകളിൽ ഇവർ ഇടുന്നുണ്ട്. നാഷണൽ ലെവലിൽ VCs ഉണ്ട്, കളരി ക്യാപിറ്റൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുണ്ട്. പിന്നെ അതുകൂടാതെ ഇൻഫോസിസ്, നാരായണമൂർത്തിയുടെ കാറ്റമറാൻ ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്ന VCകളൊക്കെ നിലവിലുണ്ട്, ഇന്ത്യയിൽ തന്നെയുണ്ട്. Definitely an interesting, highly interesting possibility, provided you have a sound idea which has got tremendous prospects. Always there is enough funding available for good ideas which have commercial possibilities. അപ്പോൾ ഇത്രയുമാണ് ഐ തിങ്ക് VCയെ കുറിച്ചുള്ള നമ്മുടെ ഡിസ്കഷൻ, സ്ലൈറ്റ്ലി ലാർജ് ടോപ്പിക്. അടുത്തതായിട്ട് ഐ തിങ്ക് വി വിൽ മൂവ് ടു അതർ ഫണ്ട് ബേസ്ഡ് ഫിനാൻഷ്യൽ സർവീസസ് ലൈക്ക് ഫാക്ടറിംഗ്, ഫോർഫെയ്റ്റിംഗ് ആൻഡ് ഇൻഷുറൻസ്. ഇത് ചെറിയ രീതിയിലായിരിക്കും ഫാക്ടറിംഗ്, ഫോർഫെയ്റ്റിംഗ്, ഇൻഷുറൻസ് എന്നുള്ള ടോപ്പിക്കുകളെ കുറിച്ചുള്ള ഡിസ്കഷൻ, ബിക്കോസ് വി വിൽ സ്റ്റഡി ദീസ് ടോപ്പിക്സ് എലാബറേറ്റ്ലി ആസ് സെപ്പറേറ്റ് ചാപ്റ്റേഴ്സ് ലേറ്റർ ഓൺ. പക്ഷേ നമ്മൾ ഫിനാൻഷ്യൽ സർവീസസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഫണ്ട് ബേസ്ഡ് സർവീസസിൽ ഇത്തരം ബിസിനസ്സുകൾ വരുന്നത് കൊണ്ട് നമ്മൾ ഇവരെക്കുറിച്ച് വി വിൽ ലേൺ ഇൻ എ സ്മോൾ വേ ഇൻ ലെസൺ 3.11 factoring, forfeiting, insurance. We will learn in a limited manner in the next class. So until then, goodbye. Thank you.